السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. ഈ ഭൗതികമായ ലോകത്തെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറഞ്ഞ സമയം കൊണ്ട് അറ്റമില്ലാത്ത കാലത്തെ ജീവിതത്തിലേക്ക് ഉതകുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ നിർവഹിക്കുക എന്നുള്ളതാണ് ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ കർത്തവ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അഥവാ ദുനിയാവിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ധാരാളം തെറ്റുകളെ കൊണ്ട് മലീമസമായ ജീവിതം നയിച്ചവരാണെങ്കിലും അള്ളാഹു വീണ്ടും വീണ്ടും ആയുസ് നീട്ടി തന്നുകൊണ്ടും മറ്റു ആരോഗ്യവും മറ്റു സൗകര്യങ്ങളൊക്കെ തരുന്നത് റബ്ബിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ കൊണ്ട് പാപമോചനം തേടിയിട്ട് വീണ്ടും അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങളെ കൊണ്ട് അടുക്കാൻ ധാരാളം നന്മകൾ ചെയ്തു വെക്കാനുള്ള അവസരങ്ങളാണ് അള്ളാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാളെ അഥവാ ആഖിറത്തിൽ കണക്ക് ചോദ്യം ചെയ്യൽ മാത്രമാണുള്ളത്. അവിടെ പോയാൽ ഒരിക്കലും അമൽ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മരിക്കുന്ന സമയം ഓരോ വ്യക്തിയും വിളിച്ചു പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. വലയ്യ അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ ആജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയും പറയുക, പഠിച്ചോനെ ഞാൻ സദഖ ചെയ്തു കൊള്ളാം, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഓരോ നന്മകൾ ധാരാളമായി ചെയ്തു കൊള്ളാം എന്നവൻ വിളിച്ചു പറയുമ്പോൾ അല്ലാഹ് പറയില്ല, നിനക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ നാം തന്നിരുന്നു, പക്ഷേ അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. നിനക്ക് കണക്കാക്കി അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരല്പസമയം പോലും പിന്തിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പായി എന്തെല്ലാം നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്തു വെക്കാൻ പറ്റുമോ ആ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം. നാം ഒരിക്കലും ദുനിയാവിൻ്റെ പിന്നാലെ പാഞ്ഞ് ആഖിറം നഷ്ടപ്പെടുത്തുന്നവരാവാൻ പാടില്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിലപ്പെട്ട ഉപദേശം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. മഹാനവകൾ പറയുകയാണ്, ഇർതഹലത്തു ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ദുനിയാവ് അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയം തീരുന്തോറും ഓരോ ദിവസം പിന്നിടുന്തോറും അതിങ്ങനെ തീർന്ന് നമ്മൾ ആഖിറത്തിലേക്ക് നമ്മിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലിക്കുല്ലി വാഹിദി മിൻഹുമാ ബനൂൻ. ദുനിയാവിൻ്റെ പിന്നാലെ പായുന്ന ആളുകളുണ്ടാകും, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് ഫക്കുനൂ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണം. ആഖിറത്തും ചിന്തിച്ചുകൊണ്ട് അവിടെ വിജയത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ എന്തെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ, ഒരു സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഒരു തസ്ബീഹ് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഒരു സലാത്ത് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു വെക്കണം. ഒരിക്കലും നിങ്ങൾ വലാത്ത കുനബനാൽ ദുനിയാവിൻ്റെ ആളുകളായി നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ഇന്നൽ യൗമ, ഈ ദുനിയാവിൽ അമലുൻ വലാ ഹിസാബ്, ഇവിടെ അമൽ ചെയ്യാനുള്ള അവസരങ്ങളാണുള്ളത്, ചെയ്താലും ഇല്ലെങ്കിലും ഇവിടെ ചോദ്യങ്ങളില്ല. എന്നാൽ വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ആഖിറത്തിലെത്തിയാലോ അവിടെ കണക്ക് ചോദ്യം ചെയ്യലാണുള്ളത്. അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ പിന്നീടില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പായി എന്തെല്ലാം നന്മകൾ ചെയ്തു വെക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു വെച്ചുകൊണ്ട് ആഖിറത്തിലേക്കുള്ള ആ യാത്രയ്ക്കു വേണ്ടി, അവിടുത്തെ വിജയത്തിന് വേണ്ടി, അവിടുത്തെ ജീവിതത്തിന് വേണ്ടി നാം ഒരുങ്ങി തയ്യാറാവേണ്ടതായിട്ടുണ്ട്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന് വിലപ്പെട്ട ഉപദേശമാണ്. കാരുണ്യവാനായ റബ്ബ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കി ആഖിറ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.